18 വർഷത്തെ IPL ചരിത്രത്തിൽ ആളുമാറി ടീമിലെടുത്ത് ശശിയായ ഒറ്റ കളിക്കാരനേ ഉള്ളൂ. പേര് ശശാങ്ക് സിംഗ്. പക്ഷെ ഇന്ന് പകരക്കാരനായി വന്നവന് പകരം വയ്ക്കാൻ ആളില്ല എന്നതാണ് IPLിലെ അവസ്ഥ. വൺസ് അപ്പോൺ എ ടൈം ഇൻ IPL 2023 ഡിസംബർ 19 നടന്ന ലേലത്തിൽ പ്രീതി സിൻഡയുടെ പഞ്ചാബ് ആക്ച്വലി വാങ്ങാൻ പ്ലാൻ ചെയ്തത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് പോലും കളിച്ചിട്ടില്ലാത്ത ഒരു 19 വയസ്സുകാരനായിട്ടുള്ള ശശാങ്ക് സിംഗിനെ. പക്ഷേ 32കാരൻ ശശാങ്ക് സിംഗിന്റെ പേര് വിളിച്ചപ്പോൾ ചാടിക്കേറി കൈപൊക്കി ആളെ 20 ലക്ഷത്തിന് ബേസ് പ്രൈസിൽ ലേലം ഉറപ്പിച്ച് ടീമിലെടുത്തു പ്രീതി സിൻഡ. വേറെ ഒരു ടീമും ആ സമയത്ത് ലേലത്തിന് കൈപൊക്കാതിരുന്നത് എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് പഞ്ചാബിന് കാര്യം മനസ്സിലായത്. മുകേഷ് ഏതൊരു സിനിമയിൽ പറയുന്ന പോലെ ആള് മാറിപ്പോയി എന്ന്. വാങ്ങിയ സാധനം തിരിച്ചെടുക്കാമോ, ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രീതി സിൻഡയും കൂട്ടരും പറഞ്ഞപ്പോൾ ലേലം നടത്തിക്കൊണ്ടിരുന്ന ആങ്കറിങ് ചെയ്തുകൊണ്ടിരുന്ന മല്ലികാ സാഗർ പറഞ്ഞു ഇനി നോ രക്ഷ, എടുത്തേ പറ്റൂ എന്ന്. ഇതിനിടയിലാണെങ്കിൽ തന്നെ ടീമിലെടുത്ത സന്തോഷത്തിൽ ശശാങ്ക് പഞ്ചാബിന് നന്ദി പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു. പക്ഷേ പിന്നീട് ടീമിലെടുക്കാൻ ഉദ്ദേശിച്ചത് തന്നെയല്ല എന്ന് പുറം ലോകം അറിഞ്ഞതോടുകൂടി ശശാങ്കിന് ട്രോളുകളുടെ പൂരമായി. നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ, കൂട്ടുകാർ പോലും കളിയാക്കുന്ന അവസ്ഥ. മടിച്ച് പിന്നീട് ടീമിനൊപ്പം ചേർന്നു. പക്ഷേ ടീം കോച്ചും മാനേജ്മെന്റും കളിക്കാൻ ഒരു അവസരം കൊടുത്തപ്പോൾ അതുവരെ കേട്ട എല്ലാ പരിഹാസങ്ങളെയും ആ കളിക്കാരൻ സിക്സറിന് തൂക്കി. ആദ്യ മാച്ചിൽ തന്നെ 8 ബോളിൽ 21, പിന്നെ 32 ബോളിൽ 61 റൺസ്. അതും കഴിഞ്ഞ് IPLിൽ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും ഹയസ്റ്റ് ചേസിംഗ് നടന്ന റെക്കോർഡിട്ട മാച്ചിൽ 28 ബോളിൽ 68 നോട്ടൗട്ട്. ചുരുക്കി പറഞ്ഞാൽ 23-24 സീസൺ കഴിയുമ്പോൾ പഞ്ചാബ് ശശാങ്ക് സിംഗിനെ നിലനിർത്തിയത് 20 ലക്ഷത്തിന് പകരം 5.5 കോടി രൂപ കൊടുത്തിട്ടാണ്. കളിയാക്കിയവർക്കുള്ള മറുപടി അന്തസ്സായി ബാറ്റ് കൊണ്ട് കൊടുത്ത ശശാങ്ക് തെളിയിച്ചത് താൻ വഴിതെറ്റി വന്നവനല്ല, വഴി വെട്ടി വന്നവനാണ് എന്നാണ്. ഇതിനിടയിൽ ഞാൻ ആലോചിക്കുന്നത് അതല്ല, ഇതിനൊക്കെ കാരണമായിട്ടുള്ള ആ 19 വയസ്സുകാരൻ ശശാങ്ക് സിംഗ് പുള്ളി ഇപ്പോൾ എവിടെയാണ്, ഏത് ടീമിലാണ് എന്നാണ്.